Hello, welcome back to our channel. In our ചെയ്യാൻ പോകുന്നത് നമ്മൾ എല്ലാവരും വെറുതെ കളയുന്ന ഇതുപോലത്തെ മാസ്ക് ആണ് നമ്മൾ ഇന്ന് റീയൂസ് ചെയ്തിട്ട് അടിപൊളി ഫ്ലവേഴ്സ് ആക്കാൻ പോകുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാനിരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മാസ്ക് ആണ്, പിന്നെ acrylic color yellow, scissor, floral tape, double sided tape, പിന്നെ ഒരു ഈർക്കിൽ. അപ്പോൾ നമുക്ക് ഇത്രയും മെറ്റീരിയൽസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈസി ആയിട്ട് ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ മാസ്കിൻ്റെ ഈ നമ്മുടെ എലാസ്റ്റിക് പാർട്ട് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഈ ഇത്രയും പോർഷൻ ഉണ്ടല്ലോ അത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇത്ര ഒരു സ്ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ നെക്സ്റ്റ് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഈ ഇത്രയും ഭാഗം അതാണ്ട് ഈ ഒരു ഫോൾഡ് വരുന്നതിന് മുമ്പ് വരെയുള്ള ഒരു ഭാഗം വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. ഫുള്ള് വരെ കട്ട് ചെയ്യരുത്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കട്ട് ഇട്ട് കൊടുക്കാം. സോ ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഡോട്ട് വരുന്ന ഏരിയ ഉണ്ടല്ലോ അത് മൊത്തം കട്ട് ചെയ്യുക. എന്നിട്ട് ഈ വൈറ്റ് പോർഷൻ കട്ട് ചെയ്യാതെ വയ്ക്കുക. കണ്ടില്ലേ, നമ്മളിത് മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വൈറ്റ് പോർഷൻ കട്ട് ചെയ്തിട്ടില്ല. ഇതേ രീതിയിൽ ഈ വലിയ സ്ട്രിപ്പും കട്ട് ചെയ്യാം. കംപ്ലീറ്റ് കട്ട് ചെയ്യേണ്ട, നേരത്തെ കട്ട് ചെയ്തതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. സോ ഇത് നമ്മളങ്ങനെ കട്ട് ചെയ്തു. നമുക്ക് ഒരു മാസ്ക് വെച്ച് തന്നെ 2 ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. സോ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം കട്ട് ചെയ്ത മാസ്ക് ആണ്. അതിൻ്റെ മേളത്തെ പോർഷനല്ല, നമ്മൾ മൂക്ക് വയ്ക്കുന്ന ആ ഒരു ഭാഗമാണ്. ഇവിടെ ഒരു കമ്പി ഉണ്ട്. സോ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു കട്ട് ഇട്ട് കൊടുക്കുക. ചെറിയൊരു കട്ടിടുമ്പോഴത്തേക്ക് നമുക്കിത് ഇങ്ങനെ ആ ഒരു കമ്പിനെ പൊക്കി ഇങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഇത് പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് കമ്പി ഇങ്ങനെ മാറ്റിയെടുക്കാം. സോ നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തത് അപ്പം നമുക്കിങ്ങനെ 2 ഫ്ലവേഴ്സ് ഒരു മാസ്കിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഈ 2 പീസൂടെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതും അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിത് 2 എണ്ണത്തിനും വേണ്ടിയിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ നോർമൽ ഈർക്കിലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മറ്റേ വയറും യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത് ഒരു ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇത് 2ലും നമ്മൾ ഫ്ലോറൽ ടേപ്പ് ചുറ്റി കൊടുക്കണം. നമ്മൾ 2 സ്റ്റിക്കും റെഡിയായി. ഇനി നമുക്ക് ഡബിൾ സൈഡഡ് ടേപ്പാണ് വരുന്നത്. നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. 4 സ്ട്രിപ്സാണ് നമുക്കിനി വേണ്ടത്. നമ്മൾ കട്ട് ചെയ്യാത്ത ആ ഒരു പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കാം. എക്സ്ട്രാ ഉള്ള ടേപ്പ് കട്ട് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റിക്കർ അങ്ങ് എടുത്ത് മാറ്റുക.
എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ സ്റ്റിക്കിൻ്റെ അകത്ത് റോൾ ചെയ്ത് കൊടുക്കുക. ഇത് സെൻറ്റർ പോർഷനാണ്. അപ്പോൾ സെൻറ്റർ പോർഷനിൽ നമുക്കത് ഒരു യെല്ലോ ഷെയ്ഡ് വേണമെങ്കിൽ നമ്മൾ അക്രലിക് കളേഴ്സ് യൂസ് ചെയ്യുക. അക്രലിക് കളേഴ്സ് ജസ്റ്റ് അതിൻ്റെ ഒരു ക്യാപ്പിൻ്റെ അകത്ത് കുറച്ച് കളർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു മഞ്ഞ കളർ വരും, കണ്ടില്ലേ? അതോ ഫ്ലവർ ബ്ലൂ ആണ് വേണമെങ്കിൽ ടേപ്പ് ഈ ഒരു പോർഷനിൽ ഒട്ടിച്ച് കൊടുക്കുക. അഥവാ ഫ്ലവർ വൈറ്റ് ആണ് വേണമെങ്കിൽ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. നമുക്ക് ഒരു ബ്ലൂ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. അതിന് നമ്മളിങ്ങനെ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ പോർഷനിൽ നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫ്ലവർ റെഡിയായി, കണ്ടില്ല? നല്ല ബ്ലൂ കളറിലെ ഫ്ലവറായി. ഇനി നമുക്ക് ഇതേ രീതിയിൽ വൈറ്റ് ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ആ വൈറ്റ് ഫ്ലവർ ഉണ്ടാക്കാം. അപ്പോൾ വൈറ്റ് ഫ്ലവറിൻ്റെ ചെറിയ ഒരു പോർഷൻ, അകത്തെ പോർഷനാണിത്. അത് നമുക്ക് റിമൂവ് ചെയ്യാം, ടേപ്പ് റിമൂവ് ചെയ്യാം. ഇനി അകത്തെ പോർഷൻ ഒന്ന് യെല്ലോ കളർ ആക്കണം. കണ്ടില്ലേ? ഇപ്പോൾ വൈറ്റ് ഫ്ലവർ വന്നു. അപ്പോൾ നമ്മളുടെ മാസ്ക് വെച്ചിട്ടുള്ള അടിപൊളി ഫ്ലവേഴ്സ് റെഡിയായി, കണ്ടില്ലേ? അടിപൊളിയാണ്, സൂപ്പറാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ചിലവും തന്നെ ഇല്ലാതെ ചെയ്യാവുന്ന ഒരു ഫ്ലവേഴ്സാണ്. സോ നിങ്ങളത് പുതിയതായിട്ടുള്ള മാസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യും. അധികം വിലയൊന്നും ഇല്ല, 3 രൂപയൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പഴയതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. സോ നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണിത്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മെറിൻ. നന്ദി, നമസ്കാരം.